നമ്മൾ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് എത്തിയാൽ നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിൽ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ്. മുഖ്യപ്രതി സജിത്തുമായി നിരന്തരം ഇടപാടുകൾ നടത്തിയ ഒരു കമ്പനി നിരീക്ഷണത്തിലുണ്ട്. അവയവ കച്ചവടം നടത്തുന്ന പ്രധാനികൾക്ക് കമ്പനിയുമായി ബന്ധമുണ്ട് എന്നാണ് പോലീസ് കരുതുന്നത്. കമ്പനിയുടെ ഇടപാടുകളെല്ലാം അന്വേഷണ സംഘം പരിശോധിക്കും. അതേസമയം ഇയാളുടെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, ഗുഡ് മോർണിംഗ്. ഈ അവയവക്കടത്ത് കേസിൽ അന്വേഷണം അത് വ്യാപിപ്പിക്കുന്ന സജിത്ത് ഒരു ചെറിയ മീനല്ല എന്നും മനസ്സിലാക്കുകയാണ്. പക്ഷേ ഈ കമ്പനി എന്ന് പറയുന്നത് അത് ഏത് ആരോഗ്യ മേഖലയിൽ തന്നെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയാണ്? ഗുഡ് മോർണിംഗ്. അവയവക്കടത്ത് കേസ് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം ഇപ്പോഴത് ചെന്നൈയിലെത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെന്നൈയിലായിരുന്നു ഉദ്യോഗസ്ഥരുണ്ടായിരുന്നത്. അവരുടെ അന്വേഷണം തുടർന്ന് പ്രധാനമായും തന്നെ ഇരകളെ കണ്ടെത്തുക എന്നത് ഒരു വലിയ അവർക്ക് മുന്നിലുള്ള തടസ്സമായിട്ട് നിൽക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഇത് വളരെ എളുപ്പമാണ് ഈ പ്രക്രിയ എന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ വിചാരിച്ചിരുന്നത്. കാരണം ഈ എല്ലാവരും തിരിച്ചറിയൽ കാർഡുകളും കാര്യങ്ങളും മേൽവിലാസങ്ങളെല്ലാം തന്നെയുണ്ട്. അന്വേഷിച്ചെന്നാൽ ഇരകളുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ്, മാത്രവുമല്ല അവർക്ക് ഈ സംഘത്തെക്കുറിച്ച് എന്താണ് പറയുവാനുള്ളത്, അവർ ഏത് രീതിയിൽ കബളിപ്പിക്കപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ ശേഖരിക്കുക ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകവുമാണ്. അപ്പോൾ അവരിലേക്ക് എത്താൻ വളരെ എളുപ്പം കഴിയുമെന്ന് കരുതിയിരുന്നു. പക്ഷേ ഇവിടെ ഒരു മലയാളി മാത്രമാണ് അതിൽ ഇരയായിട്ടുള്ളതെന്നായിരുന്നു സബിത നാസർ മൊഴി നൽകിയിരുന്നത്. അത് ഏറെക്കുറെ ശരിയുമായിരുന്നു. അതനുസരിച്ചുകൊണ്ട് തന്നെ അയാളെ കണ്ടെത്താനുള്ള ഷമീർ പാലക്കാട് സ്വദേശി കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങിയെങ്കിലും അയാളുടെ തിരിച്ചറിയൽ രേഖകളടക്കമാണ് അയാൾ ഇവിടെ നിന്ന് അപ്രത്യക്ഷനായിരിക്കുന്നത്. അതിൽ തന്നെ അന്വേഷണ സംഘത്തിന് ആദ്യ സൂചന ലഭിക്കുന്നു. കാരണം ഇതൊരു ചെറിയ കാര്യമാവില്ല എന്ന് ഇവരെ കണ്ടെത്തുക എന്നത് സമാന സ്ഥിതി തന്നെയാണ് തമിഴ്നാട്ടിലും നേരിടുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇരകളിലേക്ക് എത്താൻ കഴിയാത്ത രീതിയിൽ അവർ എങ്ങനെയാണ് ഇവരെ ഒളിപ്പിച്ചു വയ്ക്കുന്നത്, എന്തൊക്കെയാണ് ഇതിൽ സംഭവിക്കുന്നത് സംബന്ധിച്ച ഇനിയും കൃത്യമായൊരു വ്യക്തതയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അന്വേഷണം തുടരുകയാണ്. കേന്ദ്ര സംഘങ്ങളടക്കം ഈ അന്വേഷണത്തിലേക്ക് വരുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്ത്രീയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ ചോദ്യം ചെയ്യലുകളുണ്ടായിരുന്നു. അവർ ഒരു ഇൻഷുറൻസ് ഏജന്റാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കമ്പനി എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ തട്ടിപ്പുകൾ നടന്നിരിക്കുന്നത്. കാരണം ഇതൊരു പണ ഇടപാട് അല്ലെങ്കിൽ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം അവരുടെ കമ്പനികൾ കൂടി ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്, അവർ പങ്കാളികളായിട്ടുണ്ട്. അത് കമ്പനി മുകളിൽ അറിഞ്ഞുകൊണ്ടോ അതോ താഴെ തട്ടിലുള്ള ഏജന്റുമാരുടെ ഇടനിലക്കാരുടെ പ്രവർത്തനം കൊണ്ടാണോ എന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എങ്കിലും ചില ഇൻഷുറൻസ് ഏജന്റുമാർ ഇത്തരം കാര്യങ്ങൾക്ക് ഒപ്പം നിന്നിരുന്നു എന്ന ഒരു കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെയും ചോദ്യം ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള സബിത്തിൻ്റെയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിയിലായ സജിത് ശ്യാമിൻ്റെയും എല്ലാം തന്നെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരുമായി ബന്ധപ്പെട്ടവരിലേക്കെല്ലാം തന്നെ അന്വേഷണം പോകുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ നെക്സസ് അല്ല. ഇതിൽ എല്ലാ ആളുകളും കലർന്നിട്ടുണ്ട്. ഇൻഷുറൻസ് കമ്പനികളടക്കം ഇതിലേക്ക് വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ കമ്പനിയുടെ മേധാവികൾ അറിഞ്ഞോ അല്ലെങ്കിൽ അവരേതെങ്കിലും തരത്തിൽ അറിഞ്ഞുകൊണ്ടാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിനെ ഇവരെ സംബന്ധിച്ച് വിശദമായി അവരിൽ നിന്ന് മൊഴിയെടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവരെ വിളിപ്പിച്ചു വരുത്തുകയും മൊഴിയെടുപ്പും തുടരുകയാണ്. ഒപ്പം തന്നെ നിലവിൽ കേസിൽ പിടിയിലാകാനുള്ള ഇറാനിൽ കഴിയുന്ന കൊച്ചി സ്വദേശിയായ മധു ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിക്കുവാനുള്ള സാഹചര്യം, അവരിലേക്ക് അന്വേഷണം എത്തിക്കേണ്ടതുണ്ട്. ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ ഇതിലെ മുഖ്യ കണ്ണിയും ആസൂത്രകനുമാണ്. ഇവരിലേക്കെല്ലാം തന്നെ അന്വേഷണം ചെല്ലേണ്ടതുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ അന്വേഷണം ഏത് രീതിയിലേക്ക് എന്നത് സംബന്ധിച്ച വലിയ ഒരു മാധ്യമങ്ങളോട് തുറന്ന് സംസാരിക്കുന്നില്ല. എങ്കിൽ കൂടിയും ഇവർ ഇരകളെ അന്വേഷിച്ച് പോകുന്നതും മറ്റു കാര്യങ്ങളുമെല്ലാം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതിൽ ഹൈദരാബാദിൽ ഇപ്പോൾ സ്വാഭാവികമായും അന്വേഷണ സംഘം എത്തിയേക്കാം. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇരകൾ കണ്ടെത്തുക കേസിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ്. അതിലേക്കും തമിഴ്നാട്ടിൽ അന്വേഷണം പൂർത്തിയാകുന്നതോടെ അതിലേക്കും ഒരു പരിധിവരെ അന്വേഷണ സംഘത്തിന് കടന്നു ചെല്ലാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത്. ശരി ഡാനി, തുടരണം. ഒരു വാർത്ത കൂടി ഡാനി കൊച്ചിയിൽ നിന്ന് പങ്കുവെക്കും. അത് മറ്റൊന്ന്